Hi everybody. Once again welcome back to another video session of MTM College. Myself I am Muhammad Fasil from Department of Commerce. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് വൗച്ചിങ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. അല്ല, ഓഡിറ്റിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സാണ് വൗച്ചിങ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ വൗച്ചിങ്ങിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് നമുക്ക് വൗച്ചേഴ്സ് എന്താണ് എന്ന് ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ ആദ്യം എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നോക്കാം, എന്താണ് വൗച്ചർ. വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ഇൻ സപ്പോർട്ട് ഓഫ് എ ട്രാൻസാക്ഷൻ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഒരു ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്താണോ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എന്താണോ അതാണ് വൗച്ചർ. അല്ലേ, ഒരു ട്രാൻസാക്ഷൻ്റെ ഡോക്യുമെൻ്ററി എവിഡൻസ് ആയിട്ട് എന്താണ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്, ആ ഡോക്യുമെൻ്റിനെയാണ് നമ്മൾ വൗച്ചർ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു പർച്ചേസ് നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പർച്ചേസ് ചെയ്ത ഇൻവോയ്സ്, അല്ല പർച്ചേസ് ചെയ്ത ഏത് സ്ഥാപനത്തിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ ആ സ്ഥാപനത്തിൽ നിന്നുള്ള ഇൻവോയ്സ് നമുക്ക് കിട്ടുമല്ലോ, അത് അറ്റാച്ച് ചെയ്യണം. അതല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു പേയിങ് സ്ലിപ്പ് നമുക്ക് കിട്ടുമല്ലോ, അല്ല ബാങ്ക് സീൽ വെച്ചിട്ടുള്ളൊരു പേയിങ് സ്ലിപ്പ് കിട്ടുമല്ലോ, അല്ല ആ ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് അതാണ് എന്തെന്ന് പറയുന്നത്, വൗച്ചർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഏതൊരു ട്രാൻസാക്ഷനും ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടാകും, അതാണ് വൗച്ചർ എന്ന് പറയുന്നത്. നോക്കാം എന്തൊക്കെ വരാം അതിലെ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇൻവോയ്സ്, ബിൽസ്, മിനിറ്റ്സ്, കോൺട്രാക്ട്സ്, കൗണ്ടർ ഫോയിൽസ്, പേയിങ് സ്ലിപ്പ്, വേജ് ബുക്ക്. ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. അല്ല, ഇൻവോയ്സ്, ബില്ല്, മിനിറ്റ്സ്, കോൺട്രാക്റ്റ്, കൗണ്ടർ ഫോയിൽ, പേയിങ് സ്ലിപ്പ്, ഇതൊക്കെയും വൗച്ചറുകൾക്ക് ഉദാഹരണമാണ്. അല്ല, ഓരോ ട്രാൻസാക്ഷനും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വൗച്ചറുകൾ ഉണ്ടായിരിക്കും. ഇനി എന്താണ് വൗച്ചിങ് എന്ന് നമുക്ക് നോക്കാം. വൗച്ചിങ് ഈസ് ദ ബാക്ക് ബോൺ ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിങ്ങിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് വൗച്ചിങ് ആണ്. ഓഡിറ്റിങ്ങിൻ്റെ നട്ടെല്ലാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അത്രക്കധികം പ്രാധാന്യം ഓഡിറ്റിങ്ങിൽ വൗച്ചിങ്ങിനുണ്ട്. എന്താണ് വൗച്ചിങ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സാമിനിങ് എൻട്രീസ് മെയ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, ഡോക്യുമെൻ്ററി എവിഡൻസ് സച്ച് ആസ് റെസീപ്റ്റ്സ്, ഇൻവോയ്സ്, ബിൽസ്, ഡോക്യുമെൻറ്റ്സ്, സ്റ്റേറ്റ്മെൻറ്റ്, കൗണ്ടർഫോയിൽ, മിനിറ്റ്സ്, എഗ്രിമെൻറ്റ് ഓർ കോൺട്രാക്ട്സ് എക്സ്ട്രാ. അല്ല, എന്താണ് ഇവിടെ പറഞ്ഞത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ നടത്തിയിട്ടുള്ള എൻട്രീസിന് സപ്പോർട്ടിംഗ് എവിഡൻസ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകളെ പരിശോധിക്കുന്ന പ്രോസസ്സാണ്, പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രോസസ്സാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഓരോ എന്ത് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ഡോക്യുമെൻ്ററി എവിഡൻസ് ഉണ്ടായിരിക്കും. അല്ല, ആ ഡോക്യുമെൻ്ററി എവിഡൻസ്, അതിനാണ് വൗച്ചർ എന്ന് പറയുന്നത്. ആ വൗച്ചറുകളെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മളെന്ന് പറയുന്നത് വൗച്ചിങ് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ ഇത്തരത്തിലുള്ള വൗച്ചേഴ്സുമായിട്ട് ഇവിടെ നമ്മൾ പറഞ്ഞ ഇൻവോയ്സും, ബില്ലും, സ്റ്റേറ്റ്മെൻറ്റ്, കൗണ്ടർ ഫോയിൽ തുടങ്ങിയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രോസസ്സാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഇൻ ഓർഡർ ടു ടെസ്റ്റ്, ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തുന്നത്, അല്ലെങ്കിൽ ഈ പരിശോധന എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ ഓതൻറ്റിസിറ്റി, വാലിഡിറ്റി ആൻഡ് ആക്യുറസി ഓഫ് ട്രാൻസാക്ഷൻസിൻ്റെ ആധികാരികതയും അതിൻ്റെ വാലിഡിറ്റിയും, അല്ലേ, അതുപോലെ തന്നെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ സാധുത, നിയമസാധുത, അതുപോലെ തന്നെ ആക്യുറസി, അതിൻ്റെ കൃത്യതയും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ല, അപ്പോൾ ട്രാൻസാക്ഷൻ്റെ ആധികാരികതയും കൃത്യതയും അതുപോലെ തന്നെ അതിൻ്റെ സാധുതയും പരിശോധിക്കുന്നതിന് വേണ്ടി, അല്ല, ഡോക്യുമെൻ്ററി എവിഡൻസുകളോ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ട്രാൻസാക്ഷൻസ് എൻട്രി ചെയ്യുന്നതിന് ആധാരമാക്കിയ ഡോക്യുമെൻ്ററി എവിഡൻസുകളെ പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, വൗച്ചിങ് എന്ന് പറയുന്നത്. അപ്പോൾ വൗച്ചിങ്ങിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ നടത്തിയിട്ടുള്ള ഓരോ എൻട്രീസിനും ആധാരമാക്കിയിട്ടുള്ള ഡോക്യുമെൻ്ററി എവിഡൻസുകളുടെ പരിശോധനയാണ് വൗച്ചിങ് എന്ന് പറയുന്നത്. അല്ല, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ എന്താ പറയുക, ട്രാൻസാക്ഷൻസിൻ്റെ ആധികാരികതയും കൃത്യതയും അതുപോലെ തന്നെ നിയമസാധുതയും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് വൗച്ചിങ്. വൗച്ചിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ ഇനി പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം, എന്താണ് വൗച്ചിങ്ങിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണ്. ടു വെരിഫൈ, അല്ലേ, എന്തൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ഒന്ന്, ദ ട്രാൻസാക്ഷൻ പെർട്ടൈൻ ടു ദ
ബിസിനസ് ഓൺലി അല്ലേ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനും അതേ ബിസിനസ്സുമായി തന്നെ ബന്ധപ്പെട്ടിട്ടുള്ളതാണോ, അല്ല മറ്റേതെങ്കിലും ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നും ഇവിടെ കൊണ്ടുവന്ന് ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അല്ലെ. ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഉള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ അതേ ബിസിനസ്സിൻ്റെ തന്നെ എക്സ്പെൻസുകളാണ്, അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് തന്നെയാണ്. രണ്ടാമത്തെ, ഇറ്റ് പെർട്ടൈൻസ് ദ ഇയർ അണ്ടർ ഓഡിറ്റ് അല്ലെ. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ ഈ ഓഡിറ്റ് നടത്തുന്ന വർഷത്തേത് തന്നെയാണ് അല്ലെ. അതേ വർഷത്തെ എക്സ്പെൻസ് തന്നെയാണ് അതേ വർഷം ഓഡിറ്റ് നടത്തുന്ന വർഷം ബുക്ക് ചെയ്തിട്ടുള്ളത്. ഓഡിറ്റ് നമ്മൾ വിധേയമാക്കുന്ന വർഷത്തെ എക്സ്പെൻസുകൾ തന്നെയാണ് അതേ വർഷം നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത് എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്. അടുത്തെന്താണ് അല്ല, അതായത് മുൻ വർഷങ്ങളിലെ എക്സ്പെൻസ് ഒന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ വർഷം ബുക്ക് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി. അടുത്തത്, ട്രാൻസാക്ഷൻസ് ആർ പ്രോപ്പർലി ഓതറൈസ്ഡ് ആൻഡ് ജെന്യുവിൻ. ട്രാൻസാക്ഷൻസ് പ്രോപ്പർലി ഓതറൈസ്ഡ് ആണ് അല്ലെ. ഓരോ ട്രാൻസാക്ഷൻസും എന്താ പറയുക, ഓതറൈസ് ചെയ്യേണ്ട വ്യക്തി ഓതറൈസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഡെസിഗ്നേഷനുള്ള ആൾക്കാർ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെന്യുവിനാണ്, അത് എന്താണ് യാഥാർത്ഥ്യം തന്നെയാണ്, അല്ലാതെ ഫേക്ക് ആയിട്ടുള്ള എക്സ്പെൻസുകളൊന്നും അല്ല. അതുപോലെ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറേഴ്സ് അല്ലെ. ഫ്രോഡുകളും എറേഴ്സുകളൊക്കെ തടയുന്നതിന് വേണ്ടി. ഇതൊക്കെയാണ് എന്തിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്, വൗച്ചിങ്ങിൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൗച്ചിങ് നടത്തുന്നത് അല്ലെ. അതേ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് തന്നെയാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ വർഷത്തെ എക്സ്പെൻസ് തന്നെയാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസാക്ഷൻസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ എൻട്രി ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ പ്രോപ്പർലി ഓതറൈസ്ഡ് ആണ്, ജെന്യുവിൻ ആണ്. അതുപോലെ തന്നെ ഇതിന് പുറമെ ഡിറ്റക്ഷൻസ്, എറേഴ്സും ഫ്രോഡ്സും ഡിറ്റക്റ്റ് ചെയ്യുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് നടത്തുന്നത് അല്ല, വൗച്ചിങ് നടത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. ടൈപ്പ് ഓഫ് വൗച്ചേഴ്സ് അല്ലെ, വൗച്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ. വൗച്ചേഴ്സിനെ നമുക്ക് പ്രധാനമായി രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. പ്രൈമറി വൗച്ചേഴ്സ് ഉണ്ട്, സെക്കൻഡറി വൗച്ചേഴ്സ് ഉണ്ട്. എന്താണ് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് നോക്കാം അല്ലെ. പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദീസ് ആർ ദ റിട്ടൺ ഓർ പ്രിന്റഡ് ടൈപ്പ് ഓഫ് എവിഡൻസ് ഇൻ ഒറിജിനൽ അല്ലെ. ഒറിജിനൽ ആയിട്ടുള്ള പ്രിന്റഡ് ആയിട്ടുള്ളതോ റിട്ടൺ ആയിട്ടുള്ളതോ ആയ എവിഡൻസുകളെയാണ് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. അതായത് ഒറിജിനൽ വൗച്ചറുകളെ, റിട്ടണോ പ്രിന്റഡോ ആയിട്ടുള്ള ആകട്ടെ ഒറിജിനൽ വൗച്ചറുകളെയാണ് നമ്മളെന്ന് പറയുന്നത് പ്രൈമറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം പെയിൻ സ്ലിപ്പ്, ഇൻവോയ്സ് ഒക്കെ ഉദാഹരണമാണ്. അതേസമയം സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഒറിജിനൽ വൗച്ചർ നമ്മുടെ കയ്യിലില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒറിജിനൽ വൗച്ചറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി നമ്മൾ അറ്റാച്ച് ചെയ്യുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഒറിജിനൽ വൗച്ചർ നമ്മളെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി അറ്റാച്ച് ചെയ്യുന്നു. അതിനെയാണ് കോപ്പി ഓഫ് ഒറിജിനൽ എവിഡൻസുകളെയാണ് എന്ന് പറയുന്നത് സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉദാഹരണം നോക്കിയാൽ കാർബൺ കോപ്പീസ് ഓഫ് സെയിൽസ് മെമ്മോകളുടെ കാർബൺ കോപ്പി, ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ 2 കോപ്പീസ് ഓഫ് റെസൊല്യൂഷൻ, ഇങ്ങനെയൊക്കെ തുടങ്ങി അല്ലെങ്കിൽ ഒരു ഇൻവോയ്സിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഒരു ബില്ലിൻ്റെ കോപ്പി, ഇതൊക്കെ എന്താണ്, സെക്കൻഡറി വൗച്ചറുകളാണ്. ഒറിജിനൽ വൗച്ചറുകളുടെ അഭാവത്തിൽ നമ്മൾ ഒറിജിനൽ വൗച്ചറുടെ കോപ്പി അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് സെക്കൻഡറി വൗച്ചേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, പ്രൈമറി വൗച്ചേഴ്സ് എന്താണെന്നും സെക്കൻഡറി വൗച്ചേഴ്സ് എന്താണെന്നും മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചർ. ഒരു വാലിഡ് വൗച്ചറിന് ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഒരു വൗച്ചർ വാലിഡ് ആകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ പ്രത്യേകതകൾ അതിനുണ്ടാകണം. ഒന്നാമതെന്ന് പറഞ്ഞാൽ അതോറിറ്റി ഓഫ് ദ വൗച്ചർ അല്ലെ. വൗച്ചറിൻ്റെ അതോറിറ്റി, അതായത് പ്രോപ്പർ അതോറിറ്റി തന്നെ വൗച്ചർ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ. പ്രോപ്പർ അതോറിറ്റി തന്നെ അല്ലെ. ഒരു വൗച്ചർ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ ഓതറൈസ് ചെയ്യേണ്ട ആൾ തന്നെ അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്തായിട്ട് പറയുന്നത് ഓതൻറ്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ. ഈ ട്രാൻസാക്ഷൻ തന്നെ അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞത് വൗച്ചറിൻ്റെ ഓതൻറ്റിസിറ്റിയാണ്. ട്രാൻസാക്ഷൻ ഓതറൈസ്ഡ് ആകണം അല്ലെ. ആ ട്രാൻസാക്ഷൻ നടത്താൻ നമുക്ക് അധികാരം നൽകിയിട്ടുണ്ടായിരിക്കണം അല്ലെ. എങ്കിലേ അതിൻ്റെ വൗച്ചറും എന്താവുള്ളൂ,
ഓതറൈസ്ഡ് ആവുള്ളൂ. ആ ട്രാൻസാക്ഷൻ നടത്താനുള്ള പെർമിഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് അല്ലേ, ഒരു 5,000 രൂപ സ്റ്റാഫുകളുടെ മൊത്തത്തിൽ ഒരു ഭക്ഷണം മേടിക്കുന്നതിന് വേണ്ടിയിട്ട് കൊടുത്തു എന്ന് വിചാരിക്കാം ഒരു ഫംഗ്ഷന്. അപ്പോൾ അത് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ട് ബുക്ക് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രോപ്പർ അതോറിറ്റി അല്ലേ. ഇപ്പോൾ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ HR മാനേജർ ആയിരിക്കാം അതിൻ്റെ അതോറിറ്റി. അപ്പോൾ HR മാനേജർ അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഇങ്ങനത്തെ ഒരു ട്രാൻസാക്ഷൻ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ ഓരോ സ്ഥാപനത്തിലുള്ള പ്രോപ്പർ അതോറിറ്റി ആ ട്രാൻസാക്ഷനെ ഓതറൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതുപോലെ ജെന്യുവിൻനെസ് ഓഫ് വൗച്ചർ ജെന്യുവിൻ ആകണം അല്ലെ. വൗച്ചർ ജെന്യുവിൻ ആകണം. അതായത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചറോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അല്ലെ, അതിന് ജെന്യുവിനെസ് കുറവാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചർ ആണെങ്കിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആ വൗച്ചർ ഇഷ്യൂ ചെയ്ത സ്ഥാപനം അതിൽ സീല് വെച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ. സീലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ അതാണ് ജെന്യുവിൻനെസ് ഓഫ് വൗച്ചർ ജെന്യുവിൻ ആവണം. അടുത്തത് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻറ്റു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അക്കൗണ്ട്സിനെ ക്യാപിറ്റലും റവന്യൂവുമായിട്ട് നമ്മൾ കൃത്യമായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അടുത്ത ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് വൗച്ചർ ആക്യുറേറ്റ് ആവണം, കറക്റ്റ് ആയിരിക്കണം അല്ല. അതിൽ വെട്ടിത്തിരുത്തലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണെന്ന് പറയുന്നത് എസെൻഷ്യൽസ് ഓഫ് എ വാലിഡ് വൗച്ചറിൻ്റെ കേസ്. ഒരു വൗച്ചർ വാലിഡ് ആകണമെങ്കിൽ അതിനുണ്ടായിരിക്കേണ്ട പ്രത്യേകതകളൊക്കെ ആയിട്ട് നമ്മൾ പറഞ്ഞത് അല്ലേ. വൗച്ചർ, അതോറിറ്റി ഓഫ് വൗച്ചർ, ഓതൻറ്റിസിറ്റി ഓഫ് ട്രാൻസാക്ഷൻ, ജെന്യുവിനെസ് ഓഫ് വൗച്ചർ, പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻറ്റു ക്യാപിറ്റൽ ആൻഡ് റവന്യൂ, അതുപോലെ ആക്യുറസി ആൻഡ് കറക്റ്റ്നെസ് ഓഫ് വൗച്ചർ. ഓക്കെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിളായ ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു.